2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ BCCI പ്രഖ്യാപിക്കാനിരിക്കെ സഞ്ജു സാംസന് പിന്തുണയേറുകയാണ്. 2024 IPL സീസണിലെ സഞ്ജുവിന്റെ തകർപ്പൻ ബാറ്റിംഗ് തന്നെയാണ് ഈ പിന്തുണയ്ക്ക് കാരണം. ഇപ്പോൾ ഇതാ സോഷ്യൽ മീഡിയ വഴി സഞ്ജുവിന് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ആരാധകർ. 2020 ലോകകപ്പിനുള്ള ഇന്ത്യൻ ടീമിനെ പ്രഖ്യാപിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സെലക്ടർമാർക്ക് വിക്കറ്റ് കീപ്പർ ബാറ്റർ തസ്തികയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് തലവേദനയാകുമെന്ന് ഉറപ്പാണ്. സഞ്ജു സാംസൺ, ഋഷഭ് പന്ത്, KL രാഹുൽ, ഇഷാൻ കിഷൻ തുടങ്ങി വിക്കറ്റ് കീപ്പർ ബാറ്റർമാരുടെ ലിസ്റ്റ് അങ്ങ് നീളുകയാണ്. IPLിലെ ഈ സീസണിലെ പ്രകടനത്തോടെ എല്ലാം കൊണ്ടും ഇത്തവണ സഞ്ജു സാംസന് അനുകൂലമാണ്. തകർപ്പൻ ഇന്നിംഗ്സുകളുമായി സെലക്ടർമാരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് രാജസ്ഥാൻ റോയൽസ് ക്യാപ്റ്റനും മലയാളികളുടെ പ്രിയ താരവുമായ സഞ്ജു. ലോകകപ്പ് ടീം സെലക്ഷന്റെ ഭാഗമായി യോഗം ചേരാനിരിക്കെയാണ് ലക്നൌവിനെതിരെ തന്റെ പ്രതിഭ ഒരിക്കൽ കൂടി സഞ്ജു പ്രദർശിപ്പിച്ചത്. ലോകകപ്പ് സ്ക്വാഡിൽ നിന്നും ഇനി തന്നെ തഴയുക അസാധ്യമാണെന്ന മുന്നറിയിപ്പ് കൂടിയാണിത്. ലക്നൌ സൂപ്പർ ജയൻസുമായുള്ള പോരാട്ടത്തിൽ അപരാജിത 50യോടെ കളിയിലെ ഹീറോയാണ് സഞ്ജു ഒടുവിൽ കയ്യടി നേടിയത്. ഇതേ കളിയിൽ തന്നെ ആദ്യം ബാറ്റ് ചെയ്തപ്പോൾ ലക്നൌ ക്യാപ്റ്റൻ KL രാഹുൽ ഉജ്ജ്വല 50 നേടിയിരുന്നു. ഈ ഇന്നിംഗ്സോടെ IPL റൺവേട്ടക്കാരിൽ വിരാട് കോഹ്ലിക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തേക്ക് എത്താനും രാഹുലിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഓവർടേക്ക് ചെയ്യാനും ലോകകപ്പ് ടീമിലേക്കുള്ള തന്റെ സാധ്യതകൾ വർദ്ധിപ്പിക്കാനും മികച്ചൊരു ഇന്നിംഗ്സ് സഞ്ജുവിന് ആവശ്യമായിരുന്നു. കിടിലൻ പ്രകടനത്തോടെ അദ്ദേഹം അത് നേടിയെടുക്കുകയും ചെയ്തു. 3-ാം നമ്പറിൽ ഇറങ്ങിയ സഞ്ജു പുറത്താവാതെ 71 റൺസാണ് അടിച്ചെടുത്തത്. 33 ബോളുകൾ നേരിട്ട അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ 7 4-ഉം 4 സിക്സറുകളും ഉൾപ്പെട്ടിരുന്നു. ഈ ഇന്നിംഗ്സോടെ രാഹുലിനെ ഓവർടേക്ക് ചെയ്ത് IPL റൺവേട്ടക്കാരിൽ രണ്ടാമനായി മാറിയിരിക്കുകയാണ് സഞ്ജു. 9 ഇന്നിംഗ്സുകളിൽ നിന്ന് 77 ശരാശരിയിൽ 161.08 സ്ട്രൈക്ക് റേറ്റിൽ 385 റൺസാണ് സഞ്ജു ഇതുവരെ വാരിക്കൂട്ടിയത്. 4 50+ സ്കോറുകൾ ഇതിൽ ഉൾപ്പെടും. ലോകകപ്പിലേക്ക് മത്സരിക്കുന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർമാരിൽ കൂടുതൽ റൺസ് എടുത്ത താരം മാത്രമല്ല സഞ്ജു. ശരാശരി, സ്ട്രൈക്ക് റേറ്റ്, 50കൾ എന്നിവയുടെ കാര്യത്തിലും സഞ്ജു തന്നെയാണ് തലപ്പത്ത്. സഞ്ജുവിന് പിന്നിൽ റൺവേട്ടക്കാരിൽ 3-ാം സ്ഥാനത്താണ് KL രാഹുൽ. 9 മത്സരങ്ങളിൽ നിന്ന് 378 റൺസാണ് അദ്ദേഹം നേടിയത്. 42 ശരാശരിയിൽ 144.27 സ്ട്രൈക്ക് റേറ്റോടെയാണിത്. 3 50+ സ്കോറുകളാണ് രാഹുൽ കുറിച്ചിട്ടുള്ളത്. രാഹുൽ കഴിഞ്ഞാൽ റൺവേട്ടയിൽ തൊട്ടുപിറകിലായി 4-ാമൻ ഋഷഭ് പന്താണ്. 10 ഇന്നിംഗ്സുകളിൽ നിന്ന് 371 റൺസാണ് ഋഷഭിന്റെ സമ്പാദ്യം. രാഹുലും ഋഷഭും തമ്മിൽ വെറും 7 റൺസിന്റെ വ്യത്യാസം മാത്രം. ശരാശരിയിലും സ്ട്രൈക്ക് റേറ്റിലുമെല്ലാം രാഹുലിന്റെ മുകളിലാണ് ഋഷഭിന്റെ സ്ഥാനം. ഋഷഭിന്റെ ശരാശരി 46.37ഉം സ്ട്രൈക്ക് റേറ്റ് 160.60ഉമാണ്. 3 50+ സ്കോറുകൾ തന്നെയാണ് ഋഷഭും ഇതിനകം നേടിയത്. ലക്നൌവിനെതിരായ മത്സരത്തിന് ശേഷം സഞ്ജു സാംസൺ നടത്തിയ വിജയാഘോഷം സെലക്ടർമാരെ ലക്ഷ്യമിട്ടാണെന്ന ചർച്ചകളും സജീവമാണ്. പൊതുവെ ശാന്തനായ താരമാണ് സഞ്ജുവെങ്കിലും ലക്നൌവിനെതിരായ ജയം ആക്രമണോത്സുകത കാട്ടിയാണ് സഞ്ജു ആഘോഷമാക്കിയത്. നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഋഷഭായിരിക്കും ലോകകപ്പിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ ആവുക എന്നായിരുന്നു. ബാക്കപ്പ് വിക്കറ്റ് കീപ്പറുടെ റോളിലേക്ക് രാഹുൽ, സഞ്ജു എന്നിവരിലൊരാൾക്ക് നറുക്കു വീഴുകയും ചെയ്യും. സഞ്ജുവിനേക്കാൾ രാഹുലിനാണ് അന്ന് മുൻതൂക്കം നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോഴത്തെ പ്രകടനം വിലയിരുത്തുമ്പോൾ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി തന്നെ സഞ്ജു ടീമിലേക്ക് വന്നേ തീരൂ. ബാക്കപ്പായി ഋഷഭും ടീമിൽ സ്ഥാനമർഹിക്കുന്നു. ഇനി എന്താണ് സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമെന്ന് കാത്തിരുന്ന് കാണാം.